ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ബി എസ് സിയുടെ വീക്കിലി കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളിലോട്ട് നമുക്ക് നോക്കാം. ഈ ആഴ്ചയിൽ നമ്മളെ ആദ്യ ക്വസ്റ്റ്യൻ 2024 കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരത്തിന്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ 2024 കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ വാഗമണിലാണ് വേദിയാവുന്നത്. ഇടുക്കി ജില്ലയിലെ വാഗമണിലാണ്. രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ 2024 കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ വേദി ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് വേദിയായിട്ട് വരുന്നത്. ഇനി മൂന്നാമത് മൗണ്ടൈൻ സൈക്ലിംഗ് ആൻഡ് വൈറ്റ് വാട്ടർ കയാക്കിന് വേദി ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ് വേദിയായിട്ട് വരുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. 2024 കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് മത്സരത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ഇടുക്കി ജില്ലയിലെ വാഗമണാണ്. ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് വേദി വരുന്നത്. മൗണ്ടൈൻ സൈക്ലിംഗ് ആൻഡ് വൈറ്റ് വാട്ടർ കയാക്കിംഗ് വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? മാനന്തവാടിയാണ്, വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലോദോ കീഴടക്കിയ മലയാളി ആരെന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാനാണ് ഇത് കീഴടക്കിയത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓർക്കുക, ചിലിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മലയാളി കീഴടക്കിയാണ്. ആ വ്യക്തിയുടെ പേര് ഓർക്കുക, ഷെയ്ഖ് ഹസൻ ഖാനാണ് ഇത് കീഴടക്കിയിരിക്കുന്നത്. അടുത്തൊരു വേദിയാണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള. 2024 വേദി എവിടെയെന്നാണ്. അപ്പോൾ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? തൃശ്ശൂരാണ് വേദിയായി വരുന്നത്. എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. കേരള സാഹിത്യ അക്കാദമിയുടെ കീഴിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ എന്ന് ഓർക്കുക, കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കെ സച്ചിദാനന്ദനാണ്. അപ്പോൾ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? തൃശ്ശൂരാണ്. ജനുവരി മാസം 28 മുതൽ ഫെബ്രുവരി മാസം 3-ാം തീയതി വരെയാണ് ഈ ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത്? തൃശ്ശൂരിൽ നടക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ജില്ല ഏതെന്നാണ്. 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ കേരളത്തിലെ ഏത് ജില്ലയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മലപ്പുറം ജില്ലയാണ് കിരീടം നേടിയത്. എവിടെയായിരുന്നു 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെ തന്നെയാണ്? അതും മലപ്പുറം ജില്ലയിലാണ് വേദി. അപ്പോൾ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ് 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് പാലക്കാട് ജില്ലയാണ്. 1ാം സ്ഥാനം മലപ്പുറം ജില്ല. ഇനി മറ്റൊരു സ്ഥാപനമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ നൈപുണ്യ വികാസ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയെന്നാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ നൈപുണ്യ വികാസ കേന്ദ്രം സ്ഥാപിതമായത് ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോടിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ എവിടെ സ്ഥാപിതമായെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോടിലാണ് ഇത് സ്ഥാപിതമായത്. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം. വി ശിവൻകുട്ടിയാണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വി ശിവൻകുട്ടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോടിലാണ്. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്ത വീണ്ടും ഒരു വേദിയായ നഗരമാണ്. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരം എവിടെയെന്നാണ്. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? തിരുവനന്തപുരമാണ് വേദിയാവുന്നത്. തിരുവനന്തപുരമാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സിഎമായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായ നഗരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ് വേദിയായത്. തിരുവനന്തപുരത്താണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്നതാണ്. ഒരു പദ്ധതിയാണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ കെ വാക്കാണ് പദ്ധതിയുടെ പേര്. കെ വാക്ക് എന്ന പേരിലാണ്. കേരളത്തിൽ ഇപ്പോൾ ആരാണ് നമ്മുടെ സ്പോർട്സ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ വി അബ്ദുൾ റഹ്മാനാണ്. വി
അബ്ദുർ റഹ്മാനാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ കായികം കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുർ റഹ്മാനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അന്താരാഷ്ട്ര കയാക്കിംഗ് ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? കെ വാക്ക് എന്നാണ് പദ്ധതിയുടെ പേര്. ഇനി ഒരു പുരസ്കാരമാണ് 2024 കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം. അത് 2022 കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം അത് 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 2022 കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ചെല്ലപ്പൻ നായരാണ്. പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ചെല്ലപ്പൻ നായരാണ് അല്ലേ. ഇദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. ചെല്ലപ്പൻ നായർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനാണ് 2022 കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം എന്ത് ചെയ്യുന്നത്? 2024 കേരള ഫോക്ലോർ അക്കാദമി നൽകുന്നത്. ഇത് 2021 ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ 2021 ചെമ്പങ്കോട് മണികണ്ഠനാണ്. 2021 ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ചെമ്പങ്കോട് മണികണ്ഠനാണ് കിട്ടിയിരിക്കുന്നത്. ചെമ്പങ്കോട് മണികണ്ഠൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചാറ്റുപാട്ടാണ്. അദ്ദേഹത്തിന്റെ കലാരൂപം ഏതാണ്? ചാറ്റുപാട്ട്. അപ്പോൾ ചെമ്പങ്കോട് മണികണ്ഠന് 2021 കിട്ടി. 2022 ആർക്ക് കിട്ടിയെന്ന് ചോദിക്കണം. ആർക്ക് കിട്ടി? ചെല്ലപ്പൻ നായർക്കാണ്. അദ്ദേഹം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഏതാണ്? തെയ്യം കലാകാരനാണ് ചെല്ലപ്പൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് 2022 നൽകിയത് 2024 ഓക്കെയാണ്. അപ്പൊ നിലവിൽ ആരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം 2024 ജാനുവരി 23 മുതൽ 31 വരെ നടപ്പിലാക്കുന്ന വാർഷിക പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം 2024 ജാനുവരി 23 മുതൽ 31 വരെ നടപ്പിലാക്കുന്ന വാർഷിക പരിപാടി അറിയപ്പെടുന്ന പേരാണ് ഭാരത് പർവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭാരത് പർവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിലവിൽ ആരാണ് കേന്ദ്ര ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കിഷൻ റെഡ്ഡിയാണ്. കേന്ദ്രത്തില് കിഷൻ റെഡ്ഡിയാണ്. സാംസ്കാരിക വകുപ്പും ടൂറിസവും കൈകാര്യം ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കിഷൻ റെഡ്ഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു ഓപ്പറേഷനാണ് കൊച്ചി പോലീസ് നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനാണ്. വധശ്രമം, പോക്സോ അടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളെ പിടികൂടുവാൻ കൊച്ചി പോലീസ് ആരംഭിച്ച പദ്ധതി എന്തെന്നാണ്. അപ്പോൾ വധശ്രമം, പോക്സോ അടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളെ പിടികൂടുവാൻ കൊച്ചി പോലീസ് ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ജാഗ്രത. ഓപ്പറേഷൻ ജാഗ്രത ഒന്ന് ഓർക്കുക. നമ്മളോട് എന്ത് ചെയ്യാം? ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻ ജാഗ്രത. അപ്പൊ ഏതിനൊക്കെയാണ്? വധശ്രമം, പോക്സോ അടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളെ പിടികൂടുവാൻ കൊച്ചി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ജാഗ്രത. ഇനി മറ്റൊരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. അടുത്തത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എന്നാണ് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുകയാണ്. ആ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹവിഷൂർ എന്ന് പറയുന്ന വാക്സിനാണ് വികസിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വാക്സിന്റെ പേര് ഹവിഷൂർ എന്ന് പറയുന്ന ഒരു വാക്സിനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. അടുത്തതായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഹവിഷൂർ എന്ന് പറയുന്ന വാക്സിനാണ്. വികസിപ്പിച്ചത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹവിഷൂർ വാക്സിനാണ്. അപ്പോൾ ഹവിഷൂർ വാക്സിൻ ഏത് രോഗത്തിനെതിരെയാണ് നമ്മൾ വികസിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഓക്കെ ആണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വികസിപ്പിച്ചതാണ് ഹവിഷൂർ എന്ന് പറയുന്ന വാക്സിൻ. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ബാംഗ്ലൂരിലാണ്. നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഇനി മറ്റൊരു സ്ഥാപനം നിലവിൽ വരികയാണ്. നേവിയുടെ സെക്കൻഡ് വെരി ലോ ഫ്രീക്വൻസി ഇന്ത്യൻ നേവിയുടെ സെക്കൻഡ് വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ ആണ്. അപ്പൊ നേവി സെക്കൻഡ് വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ വികാരാബാദാണ്. വികാരാബാദ് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തെലങ്കാനയിലാണ്. വികാരാബാദ് തെലങ്കാനയിലാണ്. തെലങ്കാനയിലെ വികാരാബാദിലാണ് എന്ത് ചെയ്യുന്നത്? നേവിയുടെ സെക്കൻഡ് വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് വികാരാബാദിലാണ്.
വികാരാബാദ് ഏത് സ്റ്റേറ്റിൽ നിന്ന് ചോദിച്ചാൽ എവിടെയാണ്? തെലങ്കാനയിലാണ് വികാരാബാദ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു പദ്ധതിയാണ് 2024 ജാനുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 കോടി വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതി എന്തെന്നാണ്? 1 കോടി വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി എന്ന പേരിലാണ്. പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതിയാണ് 2024 ജാനുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 കോടി വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേര്. ഇനി മറ്റൊരു വേദിയാണ് 2024 സെക്കൻഡ് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയെന്നാണ്? 2024 നടന്ന സെക്കൻഡ് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഭോപ്പാലാണ് വേദിയായത്. എവിടെയാണ്? മധ്യപ്രദേശിലെ ഭോപ്പാൽ അല്ലെ. മൈനിങ് മിനിസ്റ്റർ നമുക്കറിയാം സ്റ്റേറ്റിൽ ആര് കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രഹ്ലാദ് ജോഷിയാണ്. ഖനി, കൽക്കരി, മൈനിങ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ്. പാർലമെന്ററി കാര്യവും ആര് തന്നെയാണ്? പ്രഹ്ലാദ് ജോഷിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ 2024 സെക്കൻഡ് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റർ കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? അത് ഭോപ്പാലിലാണ്. അടുത്തൊരു സൈനിക അഭ്യാസമാണ്. 2024 ജാനുവരിയിൽ ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക വ്യോമാഭ്യാസം അറിയപ്പെടുന്ന ഏത് പേരിലെന്നാണ്? ഇന്ത്യയും ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക വ്യോമാഭ്യാസം അറിയപ്പെടുന്ന പേരാണ് ഡെസർട്ട് നൈറ്റ് എന്ന പേരിലാണ് ഈ സംയുക്ത വ്യോമാഭ്യാസം. അപ്പോൾ ഡെസർട്ട് നൈറ്റ് എന്ന സംയുക്ത വ്യോമാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതൊക്കെയാണ്? ഫ്രാൻസും UAE ആണ്. അറബിക്കടലിന് മുകളിലായിരുന്നു ഈ പ്രോജക്റ്റ് അവർ ചെയ്തിരുന്നത്, ഈ വ്യോമാഭ്യാസം ചെയ്തിരുന്നത്. അപ്പോൾ 2024 ജാനുവരിയിൽ ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക വ്യോമാഭ്യാസം അറിയപ്പെടുന്ന പേര് ഏത് പേരിലാണ്? ഡെസർട്ട് നൈറ്റ് എന്ന പേരിലാണ്. ഇനി മറ്റൊരു എക്സസൈസ് ആണ് 11ാമത് 2024 നടന്ന 11ാമത് ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ്. 11ാമത് ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ഏത് പേരിൽ നിന്ന് അറിയപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കഞ്ചാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഞ്ചാർ എന്ന പേരിലാണ്. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ നടന്ന എക്സസൈസ് ആണ് കഞ്ചാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് എവിടെ നടത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹിമാചൽ പ്രദേശ്. എവിടെ നടത്തി എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഈ എക്സസൈസ് നടത്തിയിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരെന്നാണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരെന്നാണ്? അപ്പോ 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാൻ തീർച്ചയായിട്ടും PSC നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മുടെ മുഖ്യ അതിഥിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് അല്ലേ. നമുക്കറിയാം റിപ്പബ്ലിക് ദിനം ജനുവരി മാസം 26-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും തെറ്റിക്കില്ല. അപ്പോൾ അതിലെ മുഖ്യ അതിഥിയായിരുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ് മുഖ്യ അതിഥിയായിട്ട് വന്ന വ്യക്തി. എവിടെയാണ് പരേഡിന്റെ വേദി എന്ന് ഓർക്കുക. കർത്തവ്യ പഥാണ്. നമുക്കറിയാം കർത്തവ്യ പഥത്തിലായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിന് വേദിയാവുന്നത്. കർത്തവ്യ പഥാണ്. ഇപ്രാവശ്യത്തെ 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ വികസിത് ഭാരത് ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്ര കി മാതൃക എന്നാണ് പറയുന്നത്. അപ്പോൾ വികസിത് ഭാരത് ലോകതന്ത്ര കി മാതൃക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം ഡെവലപ്ഡ് ഇന്ത്യ, സോ ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. തീം എന്താണ്? വികസിത് ഭാരത് എന്നാണ് ഇപ്രാവശ്യത്തെ തീം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ് 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേന പ്ലാറ്റൂൺ കമാൻഡർ ആയ മലയാളി ആരെന്നാണ്? നാവികസേന പ്ലാറ്റൂൺ കമാൻഡറായ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ദേവികയാണ്. ആ വ്യക്തിയുടെ പേരെന്ന് ഓർക്കുക, ദേവിക എന്ന പേരാണ്. അപ്പോൾ 2024 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേന പ്ലാറ്റൂൺ കമാൻഡർ ആയ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദേവികയാണ്. ദേവിക ഒരു മലയാളി അവിടെ കമാൻഡറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. PSC നമ്മളോട് എന്ത് ചെയ്യാം? ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി ഇന്ത്യയുടെ ഒരു സ്ഥാനമാണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024.
ഏറ്റവും ശക്തമായ സൈന്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 ഏറ്റവും ശക്തമായ സൈന്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 4ാം സ്ഥാനമാണ്. ഇവിടെ 1ാം സ്ഥാനം അമേരിക്ക തന്നെയാണ്. ഇവിടുത്തെ 1ാം സ്ഥാനം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? അവിടെ 4ാം സ്ഥാനമാണ് ഇന്ത്യ വന്നിരിക്കുന്നത്. അത് വീണ്ടും ഇന്ത്യയുടെ ഒരു സ്ഥാനം മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതെന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായിട്ട് മാറിയിരിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഇന്ത്യയാണ്. ഇവിടെ 1ാം സ്ഥാനം ആർക്ക് തന്നെയാണ്? USA, അമേരിക്ക തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ ഓഹരി വിപണിയായിട്ട് മാറുന്നത് USA. 4ാമത്തെ ഓഹരി വിപണിയായിട്ട് മാറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഇന്ത്യയാണ്. ഇനി 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ഏതെന്നാണ്. അല്ലെ, 96ാമത് ഓസ്കാറിൽ നോമിനേറ്റ് ചെയ്യുകയാണ് ഇന്ത്യയിലെ ഒരു ഡോക്യുമെന്ററി 2022 ഇറങ്ങിയ ഇന്ത്യയുടെ ഒരു ഡോക്യുമെന്ററി 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ആ ഡോക്യുമെന്ററി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ടു കിൽ എ ടൈഗർ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇത് ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ പഹുജ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സംവിധാനം. നിഷ പഹുജ എന്ന് പറഞ്ഞൊരു വ്യക്തി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് 2023 അല്ലെ ഓസ്കാർ നോമിനേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പോയിട്ടുള്ളത്. അതൊരു ഇന്ത്യൻ ഡോക്യുമെന്ററിയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു. ഓസ്കാർ നോമിനേഷനിൽ പോയിട്ടുള്ള ഒരു മലയാള ചിത്രം ഉണ്ടായിരുന്നു. അത് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്നാണ്. അത് ചിത്രം അവസാന അന്തിമ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല. പക്ഷെ നമ്മളോട് ചോദിക്കാം, നോമിനേഷന് പോയിട്ടുള്ള ഒരു ചിത്രമായതുകൊണ്ട് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ചോദിക്കാം. അത് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ഇത് 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ടു കിൽ എ ടൈഗർ എന്ന് പറയുന്നതാണ്. ഇത് ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? നിഷ പഹുജ എന്ന് പറഞ്ഞൊരു വിമൺ ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കുവാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏതെന്നാണ്. കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഓർക്കുക. നമ്മളോട് ഈ നമ്പേഴ്സ് വരുന്നതെല്ലാം PSC ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കുവാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ചോദിക്കുകയാണെങ്കിൽ 14454 എന്നാണ്. 14454 എന്നാണ് ആ ടോൾ ഫ്രീ നമ്പർ. കേന്ദ്രത്തിൽ ഇപ്പോൾ ആരാണ് നിയമം കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അർജുൻ റാം മേഘവാൾ ആണ്. അല്ലേ, അർജുൻ റാം ആണ് കേന്ദ്രത്തിൽ ഇപ്പോൾ നിയമം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അർജുൻ റാം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ ഇന്ത്യയിൽ തന്നെ അത് സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വിജയവാഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അംബേദ്കർ പ്രതിമ വിളിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആരുടെ പ്രതിമയെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? അംബേദ്കറുടെ പ്രതിമയാണ്. ഇതെവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഭാരതരത്ന പുരസ്കാരം 19 ശേഷം ഗവൺമെന്റ് 2024 ഭാരതരത്ന പുരസ്കാരം കൊടുത്തിരിക്കുകയാണ്. 2024 ഭാരതരത്ന പുരസ്കാരം അല്ലെ 49ാമത് ഭാരതരത്നമാണ് 2024 കൊടുത്തിരിക്കുന്നത്. ആ പുരസ്കാരം ലഭിച്ച വ്യക്തി ഒന്ന് ഓർക്കുക, അത് കർപ്പൂരി ഠാക്കൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേരെന്ന് ഓർക്കുക, കർപ്പൂരി ഠാക്കൂർ ആണ്. ഇദ്ദേഹം ബീഹാർ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ബീഹാർ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയും കൂടിയായിരുന്നു ഇദ്ദേഹം. 2024 ജാനുവരി മാസം 24-ാം തീയതി അദ്ദേഹത്തിന്റെ 100ാം ജന്മ വാർഷികവും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ. അപ്പോൾ 2024 ഭാരതരത്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി അല്ലെങ്കിൽ 49ാമത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത്. വ്യക്തിയുടെ പേര് കർപ്പൂരി ഠാക്കൂർ എന്നാണ്. അതിനോടൊപ്പം നമ്മൾ ഇനി പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് 2024 പത്മ പുരസ്കാരങ്ങൾ. 2024 പത്മ പുരസ്കാരങ്ങൾ മൊത്തം പത്മ പുരസ്കാരം 132 പത്മ പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ്.
എല്ലാ പത്മ പുരസ്കാരങ്ങൾ എത്ര വ്യക്തികൾക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 132. അതിൽ പത്മശ്രീ പുരസ്കാരം 110 വ്യക്തികൾക്ക് പത്മശ്രീ പുരസ്കാരം. പത്മഭൂഷൺ ഇതിൽ 17 പേർക്ക് പത്മഭൂഷൺ കിട്ടുന്നു. പത്മവിഭൂഷൺ ഇതിൽ 5 പേർക്ക് പത്മവിഭൂഷൺ കിട്ടുന്നു. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്നും പത്മശ്രീയും പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പത്മ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ പത്മഭൂഷൺ 2 മലയാളികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. 2024 പത്മഭൂഷൺ ലഭിച്ച 2 മലയാളികൾ. ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീബി, അല്ലേ? ജസ്റ്റിസ് ഫാത്തിമ ബീബി നമുക്കറിയാം സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയും കൂടിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീബി. ഫാത്തിമ ബീബി ഈയിടയ്ക്ക് അന്തരിച്ചായിരുന്നു. 2023 നവംബർ മാസം 23-ാം തീയതി ഫാത്തിമ ബീബി അന്തരിച്ചു. ആ ഫാത്തിമ ബീബിക്ക് 2024 പത്മഭൂഷൺ ലഭിക്കുകയാണ്. അപ്പോൾ 2024 പത്മഭൂഷൺ ലഭിച്ച മലയാളി ഒരു വ്യക്തി ആരാണ്? അത് ഫാത്തിമ ബീബി. മറ്റൊരു വ്യക്തി ഒ രാജഗോപാലാണ്. മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഒ രാജഗോപാൽ. അദ്ദേഹത്തിന് ഫാത്തിമ ബീവിക്കുമാണ് എന്ത് ലഭിക്കുന്നത്? പത്മഭൂഷൺ ലഭിക്കുന്നത്. അപ്പോൾ 2024 ഭാരതരത്ന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കർപ്പൂരി ഠാക്കൂറാണ്. അദ്ദേഹം അന്തരിച്ചു. മരണാനന്തര ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബീഹാർ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ജനനായക് എന്ന പേരും കൂടി നായക് എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ആര്? കർപ്പൂരി ഠാക്കൂർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ 2024 പത്മ പുരസ്കാരങ്ങളിൽ മലയാളിയിലെ പത്മഭൂഷൺ 2 വ്യക്തികൾക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീബി, മറ്റൊന്ന് ഒ രാജഗോപാൽ. നമ്മളോട് മിക്കവാറും ചോദിക്കുക ഫാത്തിമ ബീബി അന്തരിച്ചത് വർഷം മാസം ഡേറ്റ് ചെയ്ത് ഓർക്കുക. 2023 നവംബർ മാസം 23-ാം തീയതിയാണ്. ഇനി പത്മശ്രീ പുരസ്കാരം, അല്ലെ? പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്നാണ്. അതിലൊന്ന് സദനം ബാലകൃഷ്ണനാണ്, അല്ലെ? സദനം ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മേഖല ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കഥകളി ആചാര്യനാണ് സദനം ബാലകൃഷ്ണൻ. അപ്പോൾ പത്മശ്രീ പുരസ്കാരം 2024 നൽകിയ ഒരു വ്യക്തി ഒന്ന് സദനം ബാലകൃഷ്ണൻ, മറ്റൊന്ന് EP നാരായണൻ, അല്ലേ? EP നാരായണൻ കണ്ണൂർ സ്വദേശി തെയ്യം കലാകാരനാണ് EP നാരായണൻ. അപ്പോൾ EP നാരായണൻ ഒരു വ്യക്തി, സദനം ബാലകൃഷ്ണൻ മറ്റൊന്ന് സത്യനാരായണ ബലേരി. സത്യനാരായണ ബലേരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2023 നെല്ലച്ചൻ എന്ന് പറയുന്ന ചെറുവേൽ രാമന് കിട്ടിയതുപോലെ ഇപ്രാവശ്യം നെൽ കർഷകന് തന്നെ കിട്ടിയിരിക്കുകയാണ്. സത്യനാരായണ ബലേരി. അദ്ദേഹത്തിന്റെ മേഖല ഏതാണ്? നെൽ കർഷക മേഖലയിലാണ് സത്യനാരായണ ബലേരി. 4ാമത് ലഭിച്ച ഒരു മലയാളി മുനി നാരായണ പ്രസാദ് ആണ്. അദ്ദേഹത്തിന്റെ മേഖല സാഹിത്യം വിദ്യാഭ്യാസമാണ്. മുനി നാരായണ പ്രസാദിന്റെ മേഖല സാഹിത്യം വിദ്യാഭ്യാസമാണ്, അല്ലെ? അദ്ദേഹത്തിന് 2018 മുനി നാരായണകൃഷ്ണന് 2018 അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയ്ക്ക് ആത്മായനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി എന്ത് ചെയ്യുകയാണ്? ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ മുനി നാരായണ പ്രസാദ് സാഹിത്യം വിദ്യാഭ്യാസ മേഖലയാണ്. 2018 അദ്ദേഹത്തിന്റെ ആത്മായനം എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് എന്ത് ലഭിച്ചിരിക്കുകയാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചൊരു വ്യക്തിയും കൂടിയാണ്. ലഭിച്ച മറ്റൊരു വനിതയാണ് ഇതിനകത്ത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്, അല്ലേ? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് അവരും ഏത് തന്നെയാണ് മേഖല? സാഹിത്യം മേഖലയിലാണ്. അവർക്കും പത്മശ്രീ ലഭിച്ചിരിക്കുകയാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക് പത്മശ്രീ ലഭിച്ചിരിക്കുകയാണ്. മറ്റൊരു സാഹിത്യകാരനാണ് പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞൊരു വ്യക്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മറ്റൊരു വ്യക്തിയാണ് പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, സ്മരണകളിലെ പൂമുഖം എന്ന് പറയുന്ന പുസ്തകം. സ്മരണകളിലെ പൂമുഖം. പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാടിന്റെ ഒരു പുസ്തകമാണ് സ്മരണകളിലെ പൂമുഖം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പോൾ ഈ 6 പേരും ഒന്ന് നന്നായിട്ട് നോക്കുക. ഒന്ന് സദനം ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മേഖല കഥകളി ആചാര്യനാണ്. 2 EP നാരായണൻ, അദ്ദേഹത്തിന്റെ മേഖല തെയ്യമാണ്. സത്യനാരായണ ബലേരി നെൽകർഷകനാണ്. മുനി നാരായണ പ്രസാദ് സാഹിത്യം വിദ്യാഭ്യാസം. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി അവരും സാഹിത്യം. അവസാനം
പകരാവൂർ ചിത്ര നമ്പൂതിരിപ്പാട്. ഏതാണ് മേഖല? സാഹിത്യ മേഖല തന്നെയാണ് അദ്ദേഹത്തിന്റെ മേഖല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 2024 ഫോബ്സ് പുറത്തുവിട്ട ലോകത്തെ ശക്തമായ 10 കറൻസികളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ കറൻസി ഏതെന്നാണ്? 2024 ഫോബ്സ് പുറത്തുവിട്ട ലോകത്തെ ശക്തമായ 10 കറൻസികളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കുവൈറ്റ് ദിനാറാണ്. 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഏതാണ്? കുവൈറ്റ് ദിനാറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജാനുവരിയിലെ ഹേലി 523 അണ്ടർ വാട്ടർ അണുവായുധ സംവിധാനം വികസിപ്പിച്ച രാജ്യം ഏതെന്നാണ്? ഹേലി 523 എന്ന് പറയുന്ന അണ്ടർ വാട്ടർ അണുവായുധം വികസിപ്പിച്ച രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉത്തര കൊറിയയാണ് വികസിപ്പിച്ചത്. ഏത് രാജ്യമാണ്? ഉത്തര കൊറിയയാണ് ഇത് വികസിപ്പിച്ചത്. അടുത്തൊരു ചുഴലിക്കാറ്റാണ്. 2024 ജാനുവരിയിൽ UK വീശിയ ചുഴലിക്കാറ്റ് ഏതെന്നാണ്? 2024 ജാനുവരിയിൽ UK വീശിയ ചുഴലിക്കാറ്റ് ഏത് പേരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഷ എന്ന് പറയുന്ന പേരാണ്. അപ്പൊ അതൊന്ന് ഓർക്കുക. ഇഷ ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് നാശം വിതച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? UK ആണ്. 2024 ജാനുവരിയിൽ നമ്മൾ ഒരുപക്ഷെ പഠിക്കുന്ന ആദ്യ ചുഴലിക്കാറ്റും ഏത് തന്നെയായിരിക്കും? ഇഷ തന്നെയായിരിക്കും. അടുത്ത വീണ്ടും ഒരു വേദിയാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെ, 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് 2024 വേദി എവിടെയെന്നാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് 2024 വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? UAE-യിലാണ്. വേദി എവിടെയാണ്? UAE-യിലാണ് വേദി. UAE-യിലെ അബുദാബിയിലാണ് വേദി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആസ്ഥാനം ജനീവയിലാണ് ഇതിന്റെ ആസ്ഥാനം. ഇനി ഒരു സൈനിക അഭ്യാസമാണ്. സ്റ്റെഡ് ഫാസ്റ്റ് ഡിഫൻഡർ 2024 എന്ന് പറയുന്ന സൈനിക അഭ്യാസമാണ്. 2024 നാറ്റോയുടെ ഏറ്റവും വിപുലമായ സൈനിക അഭ്യാസം ഏതെന്നാണ്? അപ്പൊ 2024 നാറ്റോയുടെ ഏറ്റവും വിപുലമായിട്ടുള്ള സൈനിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റെഡ് ഫാസ്റ്റർ ഡിഫൻഡർ 2024 എന്ന പേരിലാണ്. അപ്പൊ നാറ്റോയുടെ ആസ്ഥാനം നമുക്കറിയാം ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയം ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം. അപ്പോൾ 2024 ജാനുവരിയിൽ UK വീശിയ ചുഴലിക്കാറ്റ് പേര് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇഷയാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? UAE ആണ് വേദിയായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഈ ആഴ്ച നമുക്ക് പ്രധാന ദിനങ്ങളിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നു. 2023 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പരാക്രം ദിവസമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. നമ്മൾ ജാനുവരി 23 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? പരാക്രം ദിവസ്. 127ാമത് ജന്മവാർഷികമാണ് നമ്മൾ 2024 ജാനുവരി മാസം 23-ാം തീയതി ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? പരാക്രം ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി അടുത്ത ദിവസം ജാനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നു. ജാനുവരി 24 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നു. 2024 ജാനുവരി മാസം 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ ലേണിംഗ് ഫോർ ലെസ്റ്റിംഗ് പീസ് എന്നാണ് ഇപ്രാവശ്യത്തെ തീം. ദേശീയ വിദ്യാഭ്യാസ ദിനം നമുക്കറിയാം നവംബർ മാസം 11-ാം തീയതിയാണ്. എന്നാണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? ജാനുവരി മാസം 24-ാം തീയതിയാണ്. അതേ ജാനുവരി 2024 ജാനുവരി മാസം 24-ാം തീയതി നമ്മൾ ദേശീയ ബാലികാ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. എന്നാണ് ദേശീയ ബാലികാ ദിവസമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നാണ്? ജാനുവരി മാസം 24-ാം തീയതിയാണ്. ഏത് വർഷം മുതൽ? 2008 മുതലാണ് നമ്മൾ ദേശീയ ബാലികാ ദിവസമായിട്ട് ജാനുവരി 24 നമ്മൾ ആചരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാന ദിനമാണ് ജാനുവരി 25 നാഷണൽ ടൂറിസം ഡേ. നാഷണൽ ടൂറിസം ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ജാനുവരി മാസം 25-ാം തീയതിയാണ്. 2024 നാഷണൽ ടൂറിസം ഡേയുടെ തീം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ജേണീസ്, ടൈംലെസ് മെമ്മറീസ്, പ്രൊമോട്ടിംഗ് റെസ്പോൺസിബിൾ ആൻഡ് മൈൻഡ്ഫുൾ ട്രാവൽ എന്നാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ജേണീസ്, ടൈംലെസ് മെമ്മറീസ്, പ്രൊമോട്ടിംഗ് റെസ്പോൺസിബിൾ ആൻഡ് മൈൻഡ്ഫുൾ ട്രാവൽ എന്നാണ് 2024 നമ്മുടെ നാഷണൽ ടൂറിസം ഡേയുടെ തീമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നാണ് നാഷണൽ ടൂറിസം ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജാനുവരി മാസം 25-ാം തീയതി. ആ ജാനുവരി മാസം 25-ാം തീയതി തന്നെയാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടും ആചരിക്കുന്നത് അല്ലേ. നമ്മൾ മിക്കവാറും പഠിച്ചിട്ടുണ്ടായിരിക്കും വോട്ട് ചെയ്തതിന് ശേഷം ടൂറിന് പോകണമെന്ന്.
അല്ലേ? അപ്പോൾ എന്നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജനുവരി മാസം 25-ാം തീയതിയാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ. എന്താണ് 2024 ജനുവരി മാസം 25 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് ചോദിക്കുകയാണെങ്കിൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ് ഇപ്രാവശ്യത്തെ തീം. അപ്പോൾ ജനുവരി 25 നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന വിയോഗം എന്തെന്നൊക്കെ നോക്കാം. 2024 ജനുവരിയിൽ അന്തരിച്ച കനേഡിയൻ പോൾ വാൾട്ട് താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ അന്തരിച്ച കനേഡിയൻ പോൾ വാൾട്ട് താരം ചോദിക്കുകയാണെങ്കിൽ ജോൺ ബാർബർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ജോൺ ബാർബർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? പോൾ വാൾട്ടാണ് അദ്ദേഹത്തിന്റെ കായിക ഇനം. ഇനി മറ്റൊരു പ്രധാന വ്യക്തി 2024 അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോളർ താരം ആരെന്നാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോളർ താരം ചോദിക്കുകയാണെങ്കിൽ ലൂഗി റിവ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇറ്റലിക്ക് വേണ്ടി അന്താരാഷ്ട്ര ഗെയിംസിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഒരു വ്യക്തിയും കൂടിയാണ് ലൂഗി റിവ. അദ്ദേഹം 2024 അന്തരിക്കുകയാണ്. അപ്പോൾ ലൂഗി റിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫുട്ബോളാണ് കായിക ഇനം. ഇനി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പ്രധാന ഒരു വ്യക്തിയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ചെണ്ട ആചാര്യൻ ആര് എന്നതാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ചെണ്ട ആചാര്യൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ആയാംകുട്ടി കുട്ടപ്പ മാരാറാണ്. അപ്പൊ ആയാംകുടി കുട്ടപ്പ മാരാർ ഏത് വാദ്യ ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അദ്ദേഹത്തിന്റെ വാദ്യ ഉപകരണം ചെണ്ടയാണ്. അദ്ദേഹത്തിന്റെ വാദ്യ ഉപകരണം ഏതാണ്? ചെണ്ടയാണ്. ആയാംകുടി കുട്ടപ്പ മാരാർ ചെണ്ടയാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന കായികങ്ങളിലോട്ട് മെല്ലെ പ്രവേശിക്കുകയാണ്. 2024 ജനുവരിയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മലയാളി താരം ആരെന്നാണ്. 2024 ജനുവരിയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മലയാളി താരം ചോദിക്കുകയാണെങ്കിൽ രോഹൻ പ്രേമാണ്. മലയാളി താരമാനാണ് രോഹൻ പ്രേമാണ്. ഈ രോഹൻ പ്രേം തന്നെയാണ് ഏറ്റവും കൂടുതൽ രഞ്ജി, കേരളത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ രഞ്ജി കളിച്ച വ്യക്തിമാര് തന്നെയാണ് രോഹൻ പ്രേമാണ്. ഏറ്റവും കൂടുതൽ രഞ്ജി കളിച്ചതും രഞ്ജിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള മലയാളി താരം ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? അത് രോഹൻ പ്രേമും കൂടിയാണ്. അപ്പോൾ 2024 ജനുവരിയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മലയാളി താരമാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? രോഹൻ പ്രേമാണ്. ഇനി മറ്റൊരു കായിക താരത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാൻഡ് പ്രിക്സ് ഡി ഫ്രാൻസ് 2024 മെഡൽ നേടിയ ഇന്ത്യൻ താരം, ഇന്ത്യൻ ഗുസ്തി താരമായിരുന്നാണ്. അപ്പോൾ ഗ്രാൻഡ് പ്രിക്സ് ഡി ഫ്രാൻസ് 2024 മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? രവികുമാർ ദഹിയയാണ്. അല്ലെ, രവികുമാർ ദാഹിയ. അദ്ദേഹം വെങ്കല മെഡലാണ് നേടിത്തന്നത്. വെങ്കല മെഡലാണ് രവികുമാർ ദഹിയ നമുക്ക് നേടിത്തന്നത്. ഏതാണ്? വെങ്കല മെഡലാണ്. അദ്ദേഹം 2020 ടോക്കിയോ ഒളിമ്പിക്സിന് അദ്ദേഹം നമുക്ക് ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിത്തന്ന ഒരു വ്യക്തിയും കൂടിയാണ് രവികുമാർ ദഹിയ. അപ്പോൾ ഈ ഗ്രാൻഡ് പ്രിക്സ് ഡി ഫ്രാൻസ് 2024 മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രവികുമാർ ദഹിയാണ്. അദ്ദേഹം ഏത് മെഡലാണ്? വെങ്കല മെഡലാണ് അദ്ദേഹം നമുക്ക് നേടിത്തന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് 2024 സ്വർണം നേടിയ ഇന്ത്യൻ താരമാരെന്നാണ്. ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് 2024 സ്വർണം നേടിത്തന്ന ഇന്ത്യൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മാൻസിംഗ് ആണ്. ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് 2024 വേദി എവിടെയാണ്? ചൈനയാണ് വേദി. അതില് സ്വർണം നേടിത്തന്ന ഇന്ത്യൻ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മാൻസിംഗ് ആണ് സ്വർണം നേടിത്തന്ന ഇന്ത്യൻ താരം. ഇനി 2024 ഇന്ത്യയിൽ വെച്ച് നടന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ്. അതിൽ മെൻസിലും വുമൻസിലും വിജയികൾ ആരൊക്കെയെന്നാണ്. അതിൽ 2024 ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെൻസ് സിംഗിൾസ് വിജയി ചോദിക്കുകയാണെങ്കിൽ ഷീ യുഗിയാണ്. മെൻസിൽ ആരാണ്? പുരുഷന്മാരുടെ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷീ യുഗിയാണ് വിജയിച്ചിരിക്കുന്നത്. വുമൻസ് സിംഗിൾസ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ തായ് സൂ യിങ് ആണ്. വിമൻസ് സിംഗിൾ ആരാണ്? തായ് സൂ യിങ് ആണ്. വിമൻസിലെ രണ്ടുപേരും ചൈനക്കാർ തന്നെയാണ്. രണ്ടുപേരും ചൈനീസ് ആണ് രാജ്യം. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനോട് നോക്കാം. ഇന്റർനാഷണൽ ഫെഡറേഷൻ വുഷു സാന്റ പ്ലെയർ ഓഫ് ഇയർ പുരസ്കാരം. ഇന്റർനാഷണൽ ഫെഡറേഷൻ വുഷു സാന്റ പ്ലെയർ ഓഫ് ഇയർ പുരസ്കാരം 2024 നേടിയ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ. അത് റോഷിബിന ദേവിയാണ്. ആ വ്യക്തിയുടെ പേരെന്താണ്? റോഷിബിന ദേവിയാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഫെഡറേഷൻ വുഷു സാന്റ പ്ലെയർ ഓഫ് ഇയർ പുരസ്കാരം 2024 നൽകിയിരിക്കുകയാണ്. പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ താരമാരാണ്? റോഷിബിന ദേവിയാണ്. പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ താരമാരാണ്? റോഷിബിന ദേവിയാണ്. റോഷിബിനയ്ക്ക് 2023 രാജ്യം എന്ത് നൽകുന്നു? അർജുന അവാർഡ് നൽകിയ വ്യക്തിയാണ് റോഷിബിന ദേവി. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ വൂഷുവില് റോഷിബിന ദേവി നമുക്ക് വെള്ളി മെഡൽ നേടിത്തന്ന വ്യക്തിയാണ് റോഷിബിന ദേവി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം.
ന്യൂഡൽഹിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാരെന്നാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അനുപ്രിയയാണ്. മലയാളി താരമാരാണ്? അനുപ്രിയയാണ്. ഷോട്ട് പുട്ടിൽ നമുക്ക് സ്വർണം നേടിത്തന്ന മലയാളി താരം, ആ വ്യക്തിയുടെ പേര് ഓർക്കുക, അനുപ്രിയ എന്നാണ്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ അനുപ്രിയ ഏത് കായികനുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിക്കാം. ഏതാണ്? ഷോട്ട് പുട്ടിനാണ്. ഇനി നാം നോക്കിക്കോളൂ, പ്രധാന ഒരു ക്വസ്റ്റ്യൻ. 2024 ജാനുവരിയിൽ ബോക്സിംഗിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരമാരെന്നാണ്. അപ്പോൾ 2024 ജാനുവരിയിൽ ബോക്സിംഗിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മേരി കോം ആണ്. വിരമിച്ച ഇന്ത്യൻ വനിതാ താരം മേരി കോം ആണ് അല്ലേ? മേരി കോം ബോക്സിംഗിൽ ഏറ്റവും കൂടുതൽ തവണ ലോക ചാമ്പ്യൻ കൂടി ആയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലെ? ലോക ചാമ്പ്യൻ 6 തവണ ലോക ചാമ്പ്യൻ ആയിരുന്ന വ്യക്തിയും കൂടിയാണ് ആര്? മേരി കോം. പോരാഞ്ഞിട്ട് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ആദ്യമായി നമുക്ക് ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിത്തന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലെ? ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിത്തന്ന വ്യക്തിയും കൂടിയാണ് ആര്? മേരി കോം. മേരി കോമിന് രാജ്യം അർജുന അവാർഡ് കൊടുക്കുന്നത് 2003 അർജുന അവാർഡ് നൽകുന്നു. 2006 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകുന്നു. 2009 ഖേൽരത്ന പുരസ്കാരം നൽകുന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നൽകുന്നത് 2009 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം. 2013 പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു രാജ്യം. 2013 പത്മഭൂഷണും 2020 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. അപ്പോൾ 2024 ജാനുവരിയിൽ ബോക്സിംഗിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മേരി കോം ആണ്. 6 തവണ ലോക ചാമ്പ്യൻ ആയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിത്തന്ന ഒരു വ്യക്തിയും കൂടിയാണ് മേരി കോം. 2003 അർജുന അവാർഡ് നേടി. 2006 6 പത്മശ്രീ. 2009 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം അല്ലെ? നിലവിൽ അറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന പേരിലാണ്. രാജ്യം പത്മഭൂഷൺ നൽകുന്നത് 2013 പത്മവിഭൂഷൺ നൽകുന്നത് 2020 രാജ്യം പത്മവിഭൂഷൺ നൽകി വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. IPL 2024-2028 ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നേടിയ കമ്പനി ഏതെന്നാണ്? 2024-2028 ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നേടിയ കമ്പനി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ടാറ്റ ഗ്രൂപ്പാണ്. കമ്പനി നേടിയിരിക്കുന്ന ഏതാണ്? ടാറ്റ ഗ്രൂപ്പാണ്. ഇനി നമുക്ക് 2023 BCCI അവാർഡുകളെല്ലാം 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2019 മുതലുള്ളതാണ് ഇപ്പോൾ 2024 പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് അത് ആർക്കൊക്കെയാണ്, ക്രിക്കറ്റിൽ മെൻസ് വിഭാഗത്തിൽ ആർക്കൊക്കെ കൊടുത്തു എന്ന് നമുക്ക് നോക്കാം. അതിൽ 2023 ആർക്ക്? ശുഭ്മാൻ ഗില്ലിനാണ്. ഗില്ലിന് നൽകിയിരിക്കുകയാണ്. ഒപ്പം യശസ്വി ജയ്സ്വാളിനെ എമർജിംഗ് പ്ലെയർ ആയിട്ട് ആർക്ക് നൽകിയിരിക്കുകയാണ്? യശസ്വി ജയ്സ്വാളിനെ എമർജിംഗ് പ്ലെയർ ആയിട്ട് നൽകിയിരിക്കുകയാണ്. പിന്നെ ജസ്പ്രീത് ബുംറയ്ക്ക് ബോളർ ബുംറയ്ക്ക് നൽകിയിരുന്നു. രവിചന്ദ്രൻ അശ്വിന് നൽകിയിരിക്കുന്നു ബോളർക്ക്. ഒപ്പം മുഹമ്മദ് ഷമി ബോളർക്ക് നൽകിയിരിക്കുകയാണ്. ഇനി 2019-2020 ആർക്ക് കൊടുത്തിരിക്കുന്നത്? മുഹമ്മദ് ഷമിക്ക് കൊടുത്തിരിക്കുന്നത് ആ അവാർഡ്. 2019-2020 BCCI അവാർഡാണ് മുഹമ്മദ് ഷമിക്ക് കൊടുത്തിരിക്കുന്നത്. 2020-2021 രവിചന്ദ്രൻ അശ്വിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ 2021-2022 അവാർഡാണ് ബുംറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 2022-2023 അവാർഡാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഒന്ന് ഗില്ലിനും മറ്റൊന്ന് യശസ്വി ജയ്സ്വാളിന്. എമർജിംഗ് പ്ലെയർ ആയിട്ട് യശസ്വി ജയ്സ്വാളിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ BCCI അവാർഡുകൾ ഇതെല്ലാം 2024 പ്രഖ്യാപിച്ചത്. വർഷങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്നേ ഉള്ളൂ. അപ്പോൾ അതാ നോക്കിക്കോളൂ. BCCI അവാർഡ് 2024 മെൻസ് വിഭാഗത്തിലെ ഗില്ലിന്, 2022-2023 പുരസ്കാരമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം യശസ്വി ജയ്സ്വാളിനും 2022-2023 എമർജിംഗ് പ്ലെയർ. ജസ്പ്രീത് ബുംറ അല്ലെ 2021-2022 ബുംറയ്ക്ക് നൽകിയിരിക്കുകയാണ്. രവിചന്ദ്രൻ അശ്വിനെ 2020-2021 പെർഫോമൻസ് അനുസരിച്ച്. ഒപ്പം മുഹമ്മദ് ഷമിക്ക് 2019-2020 മുഹമ്മദ് ഷമിക്ക് നൽകിയിരിക്കുന്നത്.
ഇനി ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് വുമൻസ് 2022-2023 പുരസ്കാരങ്ങളാണ്. ഒന്ന് ദീപ്തി ശർമ്മ, മറ്റൊന്ന് സ്മൃതി മന്ദാന. ദീപ്തി ശർമ്മയ്ക്കും സ്മൃതി മന്ദാനയ്ക്കുമാണ് ബെസ്റ്റ് വുമൺ പ്ലെയർ അവാർഡ് BCCI നൽകിയിരിക്കുന്നത്. ഈ BCCIയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാരെന്നാണ്. BCCIയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി അനന്ത പത്മനാഭനാണ്. പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അനന്ത പത്മനാഭനാണ് പുരസ്കാരം നേടിയ മലയാളി. ഇനി 2023 ICC മെൻസ് അവാർഡ് കൊടുത്തിരിക്കുകയാണ്. 2023 ICC മെൻസ് അവാർഡ്, ക്രിക്കറ്റിലെ ICC മെൻസ് അവാർഡ് 2023 നൽകിയിരിക്കുകയാണ്. അതിൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പാറ്റ് കമിൻസ് ആണ്. ഓസ്ട്രേലിയൻ കളിക്കാരനായ പാറ്റ് കമിൻസിനാണ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വൺ ഡേ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം 2023 ലഭിച്ചത് ഇന്ത്യൻ താരമായ വിരാട് കോഹ്ലിക്കാണ്. അപ്പോൾ വൺ ഡേ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ താരമായ വിരാട് കോഹ്ലിക്കും. ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉസ്മാൻ ഹോജയ്ക്കുമാണ്. ഉസ്മാൻ ഹോജ ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. ഉസ്മാൻ ഹോജ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ഉസ്മാൻ ഹോജയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇന്ത്യൻ താരമായ സൂര്യകുമാർ യാദവിനാണ്. അപ്പോൾ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം 2023 ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ആരാണ്? സൂര്യകുമാർ യാദവിനാണ്. ഇനി എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം 2022 എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ രചിൻ രവീന്ദ്രയാണ്. ന്യൂസിലാൻഡ് കളിക്കാരനായ രവിൻ രജീന്ദ്രയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ICC മെൻസ് അവാർഡ് 2023 അത് 2024 നൽകിയിരിക്കുകയാണ്. അതിൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം അത് പാറ്റ് കമിൻസ് ആണ്, ഓസ്ട്രേലിയൻ താരം. വൺ ഡേ ക്രിക്കറ്റർ ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഉസ്മാൻ ഹോജയാണ്. അദ്ദേഹം ഓസ്ട്രേലിയൻ കളിക്കാരനാണ്. T20 ക്രിക്കറ്റർ കിട്ടിയിരിക്കുന്നത് സൂര്യകുമാർ യാദവ് ആണ്, ഇന്ത്യൻ താരമാണ്. എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രചിൻ രവീന്ദ്രയ്ക്കാണ്. അദ്ദേഹം ന്യൂസിലാൻഡ് കളിക്കാരനാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഓക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക് ചെയ്യാൻ തന്നായിരുന്നു. അതിൻ്റെ ആൻസർ ഏതൊക്കെയെന്ന് നോക്കാം. അതിലൊന്ന് നമ്മൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാംഗ്ലൂരാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായതാണ് ബാംഗ്ലൂരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൂവം നദിയാണ്, അല്ലെ? ചെന്നൈയിൽ കൂടെ ഒഴുകുന്ന കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്നാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞതും കൂടിയുള്ളൂ. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വിജയവാഡയാണ്. വിജയവാഡയിലാണ് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ്. പെരിയാർ ടൈഗർ റിസർവിനാണ് രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ കടുവാ സങ്കേതം. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത നഗരം എവിടെയെന്നാണ്? അല്ലെ, 2023 ഏപ്രിൽ മാസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചിയിലാണ്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന 5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. 2ാമത്തെ ക്വസ്റ്റ്യൻ, 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരെന്നാണ്? 47ാമത് വയലാർ പുരസ്കാര ജേതാവ്. 3, ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ 2023 കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് 2023 കിരീടം നേടിയ സംസ്ഥാനം ഏതെന്നാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ, ICC വുമൻ T20 വേൾഡ് കപ്പ് 2023 വിമൻസ് T20 വേൾഡ് കപ്പാണ്. 2023 വിജയി ആരെന്നാണ് ക്വസ്റ്റ്യൻ. 2023 വിജയി ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ
ഒന്ന് ആൻസർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ബുക്കിൽ ഒരു നോട്ടാക്കുക. പിന്നെ ആൻസർ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.